സാധാരണ എന്റെ വീക്കെൻഡിലത്തെ ജോലി വൃത്തികേടായി കിടക്കുന്ന വീട് വൃത്തിയാക്കലാണ്. പക്ഷെ ഇന്ന് ഞാൻ ഈ വൃത്തിയായി കിടക്കുന്ന റൂമിനെ എങ്ങനെ വൃത്തികേടാക്കാന്നുള്ളതാണ് ചെയ്യാൻ പോണത്. വേറൊന്നുമല്ല, ഞാൻ ഒരു 2 കൊല്ലം കഴിഞ്ഞിട്ട് നാട്ടിക്ക് പോകാൻ പോവാണ്. അപ്പൊ ഇന്നത്തെ നമ്മളുടെ പരിപാടി നാട്ടിക്ക് കൊണ്ടുപോകാനുള്ള പെട്ടി പാക്ക് ചെയ്യലാണ്. കുറെ നാള് കഴിഞ്ഞിട്ട് എടുത്ത് നോക്കുമ്പോ എന്താ ഓർമ്മിക്കാൻ അതന്നെ, കുറെ നാള് കഴിഞ്ഞിട്ട് എടുത്ത് നോക്കുമ്പോ ഓർമ്മിക്കാനായിട്ടാണ് ഈ വീഡിയോ ഞാൻ ഡോക്യുമെന്റ് ചെയ്തെടുത്ത് വെക്കാൻ പോകുന്നത് കേട്ടാ. അപ്പൊ ഇതിന്റെ പെട്ടി പാക്കിങ്ങില് നിങ്ങളൊപ്പം കൂടിക്കോ. ആദ്യം തന്നെ ഈ ചുവന്ന വലിയ പെട്ടിയിലാണ് നമ്മൾ സാധനങ്ങൾ പാക്ക് ചെയ്യാൻ പോണത് കേട്ടാ. എനിക്ക് നാട്ടിക്ക് 25 കിലോ ലഗേജ് ആയിട്ടും പിന്നെ 7 കിലോ ഹാൻഡ് ബാഗേജ് ആയിട്ടാണ് കൊണ്ടുപോകാൻ പറ്റുന്നത്. ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അത് ഈ പെട്ടിയിൽ ഒതുങ്ങുമോ, ഒതുങ്ങില്ലേ, ഇനി എന്തെങ്കിലും വെയിറ്റ് എക്സ്ട്രാ വരുമോ, വെയിറ്റ് ഇവിടെ തിരിച്ചു വെക്കേണ്ടി വരുമോ, കൊണ്ടുപോകാൻ പറ്റാണ്ട് വരുമോ, അങ്ങനത്തെ ചിന്തകൾ എന്റെ മനസ്സിലുണ്ട്. എനിക്ക് എവിടെ പാളി പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിറ്റ് നോക്കാനുള്ള മെഷീൻ എന്റെ കയ്യിലില്ല. അപ്പൊ അത് ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ട്. പക്ഷെ അത് നാളെ വരുള്ളൂ. നാളെ വരെ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ പെട്ടി പാക്കിങ് അവതാളത്തിലാവും. അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഈ പെട്ടി ഇപ്പൊ തൽക്കാലം പാക്ക് ചെയ്ത് വെക്കാം. ഇത് നാളെ വെയിറ്റ് നോക്കുന്ന സാധനം ഡെലിവർ ആവുമ്പോഴേക്കും അതുകൊണ്ട് വെയിറ്റ് നോക്കിയിട്ട് ഒന്ന് അഷ്വർ ചെയ്യുക. അത്രേ നടക്കുള്ളൂ കേട്ടോ. കാരണം ഇത്രയും ദിവസം ജോലി ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഇത് ലാസ്റ്റ് മിനിറ്റ് പാക്കിംഗ് ആണ്. അപ്പൊ ഇനി ഞാനിത് നീട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് വെപ്രാളം കൊണ്ടിട്ട് നിൽക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടിട്ട് ഞാൻ എന്തായാലും ഇന്ന് പാക്ക് ചെയ്യാന്ന് വെച്ചുട്ടാ. ഇതിന്റെ ഏറ്റവും വലിയ ടെൻഷൻ ദാ ഈ കവറാണ്. കാരണം ഇത് കാണുന്ന പോലെയല്ല, കുഞ്ഞു കവറാണെന്നുണ്ടെങ്കിലും നല്ല വെയിറ്റ് ഉണ്ട്. അതിലത്തെ എല്ലാ സാധനങ്ങളും ഞാൻ ഇതിൽ കൊള്ളിക്കണം. 25 കിലോ ആണ് ഈ ബാഗിൽ കൊള്ളിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് കാരണം ഇതൊന്നൊരു ഭഗീരഥ പ്രയത്നമാണ്. ഞാൻ ബാക്കിയുള്ള കവർ കൊണ്ട് എടുത്തിട്ട് വരാട്ടാ. 4 ചെറുതാണ്, എന്നാലും 4. ഇത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണത് കൊണ്ടാണ് എനിക്ക് ഇത്ര ടെൻഷൻ. ഈ സാധനങ്ങളൊക്കെ കൂടിയിട്ട് എന്റെ അച്ഛൻ്റെ കൊണ്ടുപോയിട്ട് അച്ഛൻ അതൊക്കെ ഈ പെട്ടിയിൽ കയറ്റി തരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ പുഷ്പം പോലെ ഇത് ചെയ്യും. അച്ഛൻ പാക്കിംഗ് എക്സ്പെർട്ടാണ്. പക്ഷെ ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് ആയിട്ടില്ല. അപ്പൊ അതുകൊണ്ടിട്ട് ഞാൻ നല്ല കഷ്ടപ്പെടേണ്ടി വരും. ഇതാണ് കാപ്പിപ്പൊടി. നിങ്ങൾ വിചാരിക്കും എനിക്ക് എന്താ ഭ്രാന്ത് ഉണ്ടാവും ഇവിടെ നമുക്ക് കാപ്പിപ്പൊടി ചുമന്ന് കൊണ്ടുപോകാനെന്ന്. പക്ഷെ അങ്ങനെയല്ല. ദിസ് കാപ്പിപ്പൊടി ഈസ് വെരി വെരി ഗുഡ്. അപ്പോൾ ഇതിന്റെ അനിയനും ഇതിന്റെ അമ്മമ്മയ്ക്കും ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പൊ ഇതാദ്യം കയറട്ടെ. കാരണം ഇതിനകത്ത് എന്തായാലും കുഷൻ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് കാപ്പിപ്പൊടി ആദ്യം പാക്ക് ചെയ്യാം. ഞാൻ എന്തിനാണ് നിൽക്കണത് പറയുമ്പോൾ അത് ഞാൻ വാങ്ങുമ്പോൾ ചന്തന വിട്ടാണ്ട് വാങ്ങി. പിന്നെ ഞാൻ നോക്കുമ്പോഴാണ് ഇത് 340 ഗ്രാമാണെന്ന് അറിഞ്ഞത്. അപ്പൊ ഇതുപോലത്തെ 4 ചോക്ലേറ്റ് ഉണ്ട്. ആ 4 ചോക്ലേറ്റ് ഉണ്ട്. അപ്പൊ ഇതന്നെ ആയി 1 കിലോ. അതാണ് എനിക്ക് ടെൻഷൻ ആയിപ്പോയത്. അയ്യോ, അങ്ങനെ ആയിപ്പോയത്. പക്ഷെ ഇപ്പൊ ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. വാങ്ങിയപ്പോൾ ഇതിനകത്ത് കുത്തിക്കേറ്റേ നടക്കുള്ളൂ. പിന്നെ ഇതൊക്കെ എന്റെ വീട്ടില് 3 പട്ടിക്കുട്ടികളുണ്ട്. കുട്ടികളല്ല, വലിയവരെന്നെയാണ്. 3-4 വയസ്സ് 5-6 വയസ്സൊക്കെ ആയിട്ടുള്ളവരാണ്. പക്ഷെ അവർക്ക് ഞാൻ പോകുമ്പോ എന്തെങ്കിലും കൊടുക്കണ്ടേ, അല്ലെങ്കിൽ അവര് വിചാരിക്കില്ല ഇതേ വലിഞ്ഞു കയറി വന്നക്കണം അവള്. അപ്പൊ അതുകൊണ്ടിട്ട് അവർക്ക് കൊടുക്കാൻ കുറച്ച് ട്രീറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അത് വെക്കാം. പിന്നെ ഇങ്ങനെ മിൽക്കയുടെ കുറച്ച് ചോക്ലേറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ട്. അത് വെക്കാം. എക്സ്ട്രാ വൈറ്റ് ചോക്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. കാരണം വൈറ്റ് ചോക്ലേറ്റിന്റെ അമ്മയ്ക്ക് ഇഷ്ടമാണ്. അതുകൊണ്ടിട്ട് ഞാൻ വൈറ്റ് ചോക്ലേറ്റ്. ടോബ്ലറോണും അങ്ങനെയാണ് കേട്ടോ. വൈറ്റ് ചോക്ലേറ്റ് ഞാൻ പ്രത്യേകം എടുത്ത് വാങ്ങിച്ചിട്ടുണ്ട്. ബിക്കോസ് മൈ അമ്മ ലൈക്സ് വൈറ്റ് ചോക്ലേറ്റ്. പിന്നെ ഇത് ലിൻഡിന്റെ ഒരു സ്പെഷ്യൽ ചോക്ലേറ്റ് ആണ്. ഇത് ഒരെണ്ണം വാങ്ങിച്ചുള്ളൂ. കാരണം ഒരെണ്ണം വാങ്ങിക്കാനുള്ള സാമ്പത്തിക എനിക്കുള്ളൂ. ഇത് ലിൻഡിന്റെ സ്ട്രോബെറി മാച്ച. എനിക്കറിയില്ല കൊള്ളാമോന്ന്. ഞാൻ കഴിച്ചിട്ടില്ല ഇതുവരെയും. കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി വാങ്ങിച്ചു. ഇത് പിന്നെ ദുബായ് ചോക്ലേറ്റ് സ്റ്റൈലാണ്. അപ്പൊ ഇതും 2-4 ഉണ്ട്. കാരണം അത് വാങ്ങിക്കാനുള്ള സാമ്പത്തികം എൻ്റെ ഉള്ളൂ. പിന്നെ ഉള്ളത് ഈ 4 ചെറിയ മിഠായിയാണ്. അതും കൂടി വെക്കാം. ഇത് ഞാൻ എവിടുന്ന് തുടങ്ങുന്നു എനിക്ക് പിടുത്തില്ല. ഈ 2 വലിയ ടബ് ബോഡി ക്രീമാണ്. സ്മെൽസ് വെരി ഗുഡ്. അതുകൊണ്ടിട്ട് ഞാൻ ഇത് 2 വാങ്ങിയിട്ടുണ്ട്. വെയിറ്റ് കൂടുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ 1 കിട്ടുള്ളൂ കേട്ടോ. അമ്മ നോക്കിച്ചോ, വെയിറ്റ് കൂടുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ 1 കയറുള്ളൂ കേട്ടോ. പിന്നെ ഇത് ഞാനിപ്പോ റീസെന്റ് ആയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയ ഷാമ്പു ആണ് കേട്ടോ. ഭയങ്കര നല്ല ഷാമ്പു ആണ്. പക്ഷെ പൈസയുടെ എന്താ പറയാ ദാരിദ്ര്യം മൂലം 1 വാങ്ങിച്ചുള്ളൂ അമ്മയ്ക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഈ സാധനം ഒരു കൊറിയൻ ബ്രാൻഡിന്റെ നിയാസിനമൈഡ് ആണ്. റിയലി ഗുഡ്. ഗ്ലാസ് സ്കിൻ അതൊരെണ്ണം കൂടി ഉണ്ട്. മിക്കവാറും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ 2 വാങ്ങിയിട്ടുണ്ട്. കാരണം വേറെ ഒന്നല്ല, ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ അമ്മ കൂടാതെ വേറൊരു സ്ത്രീയും കൂടെ അവിടെ ഉണ്ട്, എൻ്റെ സ്വന്തം സഹോദരി മോനീഷ. അപ്പൊ മോനീഷയ്ക്കും കൂടി വേണ്ടിയിട്ട് ഞാൻ എല്ലാ സാധനങ്ങളും 2 വാങ്ങിയിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും അല്ല, ചില സാധനങ്ങൾ മാത്രം ഞാൻ 2 വാങ്ങി.
ഓക്കെ. പിന്നെ ഇത് ബയോഡാൻസിന്റെ ഫേഷ്യൽ ഷീറ്റ് മാസ്ക്. ദിസ് ഇസ് അപ്പൊ ഇത് ഞാൻ ഒരെണ്ണം വാങ്ങിച്ചു. കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും നാട്ടിൽ ചെന്നിട്ട് ഒരു പരിപാടി വരുന്നുണ്ട്. അതായത് എൻ്റെ അനിയത്തിയുടെ കല്യാണം ഉണ്ട്. അപ്പൊ അത് കാരണം ഇങ്ങനെ ഗെറ്റ് റെഡി ഒക്കെ ആകുമ്പോൾ നല്ല സ്വന്താളി മണികളാവട്ടെ. അപ്പൊ അതുകൊണ്ടിട്ട് ഞാൻ കുറച്ച് സ്കിൻ കെയർ എക്സ്ട്രാ വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ ആയിന്ന് തോന്നുന്നു 25 കിലോ. അതാ ഇതാണ് ഞാൻ പിതാശ്രീക്ക് വാങ്ങിയ വാച്ച്. പിന്നെ ഇത് രണ്ടും ആണ് ഞാൻ എൻ്റെ അമ്മയ്ക്കും എൻ്റെ ചേച്ചിക്കും വാങ്ങിയ വാട്ട് യു കോൾ ഇറ്റ് ബ്രേസ്ലെറ്റ്. നിങ്ങൾക്ക് ആർക്കാ ഏത് കളർ ആക്കാൻ വേണ്ടി വെച്ചെങ്കിൽ എടുക്കാം. എന്നിട്ട് ഞാൻ ചോദിക്കുമ്പോൾ എനിക്ക് വിടാൻ തരിക. ഓക്കെ. ഇത്ര സാധനങ്ങളാണ് അമ്മ, ചേച്ചി, അച്ഛൻ. പിന്നെ അപ്പേട്ട ഇതെൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ വാങ്ങിയതാണ്. ഗുഡ് ഷൂസ്. സൈസ് എൻ്റെ കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഈ ഒരു ഊഹം വെച്ചിട്ട് അമ്മേനെ കൊണ്ട് അളപ്പിച്ചിട്ടൊക്കെയാണ് ഇത് വാങ്ങിച്ചത്. സൈസ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ അമ്മേനെ. ഓക്കെ. പിന്നെ ഇത് ഞാൻ എൻ്റെ അമ്മയ്ക്ക് വാങ്ങിച്ച ഒരു ബാഗാണ്. സൂപ്പർ ബാഗാണ്. നല്ല കളറാണ്, നല്ല മെറ്റീരിയലാണ്, നല്ല ക്വാളിറ്റിയാണ്, നല്ല കളറാണ്. മിക്കവാറും ഇത് തിരിച്ചു വരുമ്പോൾ ഞാൻ തന്നെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. അമ്മ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. പക്ഷെ എന്നാലും ഞാനിത് അമ്മയ്ക്ക് വാങ്ങിയതാണ് കേട്ടാ. മെമ്മി, ദിസ് ഇസ് ഫോർ യു. പിന്നെ ഈ ബാഗ് ഇതിന്റെ കോലം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതിന്റെ സ്വന്തമാണ്. കണ്ടില്ലേ? നല്ല മെറ്റീരിയലാണ്, നല്ല സ്ട്രോങ് ആണ്, നല്ല സ്റ്റേഡി സാധനമാണ്. ഞാൻ അങ്ങനെ ഹാൻഡ് ബാഗ് കൊണ്ട് നടക്കുന്ന ഒരു ശീലക്കാരിയല്ല കേട്ടോ. പക്ഷെ ദിസ് ഇസ് മൈ ഫസ്റ്റ് എവർ ഹാൻഡ് ബാഗിന്റെ കോലത്തിലുള്ള ഹാൻഡ് ബാഗ്. ആൻഡ് ഇറ്റ്സ് വെരി വെരി പ്രിറ്റി. ഇത് കണ്ടോ? ഇങ്ങനെയൊക്കെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ട്. കാർഡ് വെക്കാം, പൈസ വെക്കാം, ചില്ലറ പൈസ ഇടാം. ഇതിന്റെ ക്യൂട്ട് ക്യൂട്ട് പാസ്പോർട്ട് കവർ ഇതിന്റെ അകത്താണ്. ഇതില്ലാന്നുണ്ടെങ്കിൽ നിക്കോ, ഡോണ്ട് ഗോ. ചന്തമുണ്ടെങ്കിൽ ചന്തമുണ്ട് എന്ന് പറയണം. ഞാൻ പാക്ക് ചെയ്ത് വെച്ച പെട്ടിയില് ഒരു സാധനം ഇമ്പോർട്ടന്റ് ആയിട്ട് പാക്ക് ചെയ്യാൻ മറന്നുപോയിട്ടാ. അതാണ് ഇതാ ഈ സാധനം. ഇതിന്റെ മേക്കപ്പ് ആൻഡ് സ്കിൻ കെയർ ബാഗാണ്. ഇതൊന്ന് അടുക്കി പറക്കിയിട്ട് പാക്ക് ചെയ്തെടുക്കണം. ആദ്യം സ്കിൻ കെയർ പാക്ക് ചെയ്യാം. ടോണർ വേണം, ആംപ്യൂള് വേണം, ഈ ഹൈലറോണിക് കൊണ്ടുപോവാ, ഞാൻ നേരത്തെ പറഞ്ഞ നിയാസിനമൈഡ് കൊണ്ടുപോവാ. മോയ്സ്ചറൈസർ ഞാൻ ഈ ന്യൂട്രജീനയുടെ അക്വാ ബൂസ്റ്റ് ആണ് കൊണ്ടുപോകണത്. അപ്പൊ ഇതാണ് ഞാൻ കൊണ്ടുപോകാൻ പോണ സൺസ്ക്രീൻ. ഇതൊരു കൊറിയൻ ബ്രാൻഡ് ആണെന്നാണ് എന്റെ വിശ്വാസം. എനിക്കറിയില്ല, പക്ഷെ ഈ സൺസ്ക്രീൻ ഭയങ്കര 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 നല്ലതാണ്. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് എന്റെ മേക്കപ്പ് ബാഗിലുള്ളത്. അങ്ങനെ വലിയൊരു യുദ്ധത്തിന്റെ ശേഷം നാട്ടിലേക്കുള്ള നമ്മളെ 2 പെട്ടികള് പാക്കിങ് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടാ. അപ്പൊ ഇന്ന് ഈ കുഞ്ഞു പാക്കിംഗ് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം കൂടാനും ഒന്നും മറക്കല്ലേ കേട്ടാ. നാട്ടിലെത്തിയിട്ടുള്ള കുറെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിട്ട് ഞാൻ ഓടി വരാം. അതുവരെ എല്ലാവർക്കും ബൈ.